ദൈവനാമത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സഭകൾക്ക് നൽകുന്ന ദൂതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്മുർണ്ണയിലെ സഭയ്ക്കുള്ള ദൂത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് അടുത്ത സഭയായ പെർഗമോസിലെ സഭയ്ക്ക് കർത്താവ് നൽകുന്ന ദൂത് പഠിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പെർഗമോസിലെ സഭയ്ക്ക്. പെർഗമോസ് സ്മുർണ്ണ നഗരത്തിൽ നിന്നും 100 കിലോമീറ്ററോളം വടക്ക് മാറി ഏഷ്യ മൈനറിൻ്റെ വടക്ക് പടിഞ്ഞാറ് ആയി സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു പെർഗമോസ്. ഏഷ്യയിലെ റോമൻ പ്രൊവിൻസ് ആയിരുന്ന മൈസയുടെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. ഒരു വലിയ മലമുകളിലായിരുന്നു ഈ നഗരം പണികഴിപ്പിക്കപ്പെട്ടിരുന്നത്. ചക്രവർത്തി ആരാധനയുടെ കേന്ദ്രമായിരുന്നു ഈ പട്ടണം. അനേക ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ സ്യൂസ് ദേവൻ്റെ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിരുന്നു. അതുപോലെ തന്നെ എസ്കുലാപ്പിസ് എന്ന രോഗശാന്തി ദേവൻ ഇവിടെ പ്രസിദ്ധനായിരുന്നു. സർപ്പരൂപത്തിലാണ് ഈ ദേവനെ സങ്കല്പിച്ച് ആരാധിച്ചിരുന്നത്. സർപ്പത്തെ സാത്താൻ്റെ പ്രതീകമായിട്ടാണ് ദൈവവചനം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാകാം സഭയ്ക്കുള്ള ദൂതിൽ സാത്താൻ സിംഹാസനം ഉള്ളടമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫെസൂസിൽ 2 വർഷക്കാലം താമസിച്ച് പ്രവർത്തിച്ചപ്പോൾ ആയിരിക്കാം ഇവിടെയും സഭയുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. നമുക്ക് ദൂതിലേക്ക് കടക്കാം. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതന്. പെർഗമോസിലെ സഭാ ശുശ്രൂഷകനാണ് കർത്താവ് ഈ ദൂത് നൽകിയിരിക്കുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ. കർത്താവ് തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം പഠിച്ചപ്പോൾ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് ന്യായവിധിയുടെ വചനങ്ങളാണെന്നും നാം ഒന്ന് മനസ്സിലാക്കി. ഇത് പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുന്ന അധികാരമാണ്, ന്യായവിധിയുടെ അധികാരം. യോഹന്നാൻ 5:22 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇരുവായ്ത്തലയുള്ള വാൾ പോലെ മൂർച്ചയേറിയ ന്യായവിധിയുടെ വചനങ്ങളുള്ള കർത്താവാണ് പെർഗമോസ് സഭയോട് അരുളി ചെയ്യുന്നത്. 13-ാം വാക്യം. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നീ എവിടെ പാർക്കുന്നുവെന്ന് അതും സാത്താൻ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. സഭയുടെ നാഥനായ കർത്താവ് സഭയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. എഫെസൂസിലെ സഭയ്ക്ക് ദൂത് നൽകുമ്പോൾ കർത്താവ് തന്നെ വിശേഷിപ്പിച്ചത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നലുകൾക്കയുടെ നടുവിൽ നടക്കുന്നവൻ എന്നായിരുന്നല്ലോ. സഭയുടെ ഇടയന്മാരായ സഭാ ശുശ്രൂഷന്മാരെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ സമയത്തും സഭയോട് കൂടി തന്നെ വസിക്കുന്ന, സഭാമധ്യേ നടകൊള്ളുന്ന ഇടയ ശ്രേഷ്ഠന് സഭയുടെ ഒരു കാര്യവും മറവായിരിക്കുന്നില്ല. സഭയായിരിക്കുന്നത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണെന്ന് കർത്താവ് പറയുന്നു. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം. പെർഗമോസ് പട്ടണത്തെ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്ന് വിശേഷിപ്പിക്കുവാൻ 2 കാരണങ്ങളാണ് വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ കാരണം എസ്കുലാപ്പിയസിൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
എസ്കുലാപ്യസ്. ഗ്രീക്ക് പുരാണത്തിലെ വളരെ പ്രശസ്തനായ ഒരു ദേവനാണ് എസ്കുലാപ്യസ്. അപ്പോളോ ദേവന് ഒറോണസ് എന്ന മനുഷ്യ സ്ത്രീയിൽ ജാതനായ പുത്രനാണ് എസ്കുലാപ്യസ് എന്നാണ് പറയപ്പെടുന്നത്. ഔഷധങ്ങളുടെയും രാഹുശാന്തിയുടെയും ദേവനായിട്ടാണ് എസ്കുലാപ്യസ് അറിയപ്പെടുന്നത്. പാമ്പ് ചുറ്റിക്കിടക്കുന്ന ഒരു വടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ ആധുനിക കാലത്ത് പോലും വൈദ്യശാസ്ത്ര സങ്കേതങ്ങളും ഡോക്ടർമാരും ഈ ചിഹ്നം അവരുടെ അടയാളമായി ഉപയോഗിക്കുന്നു. സർപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈ ദേവനെ സങ്കല്പിച്ച് ആരാധിക്കപ്പെടുന്നത്. സർപ്പത്തെ സാത്താൻ്റെ പ്രതീകമായിട്ടാണ് ദൈവജനം വരച്ച് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എസ്കുലാപ്യസിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പെർഗമോസിനെ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്ന് കർത്താവ് വിളിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തേത്, റോമൻ പ്രൊവിൻസ് ആയിരുന്ന മൈസിയയുടെ തലസ്ഥാന നഗരമായിരുന്നു പെർഗമോസ്. പ്രൊവിൻസിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന റോമിൻ്റെ സിംഹാസനം പെർഗമോസിലുണ്ടായിരുന്നു. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കുവാൻ സാത്താൻ ഭൂമിയിൽ സ്ഥാപിച്ച അവൻ്റെ സിംഹാസനമായിരുന്നു റോമൻ സിംഹാസനം എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ തുടങ്ങി അവനെ ക്രൂശമരണത്തിന് വിധിച്ചതും തുടർന്ന് അവൻ്റെ അപ്പസ്വലന്മാരെ കൊന്നതും ക്രിസ്ത്യാനികളെ അത് ക്രൂരമായി പീഡിപ്പിച്ചതുമെല്ലാം ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റവൻ ആയിരുന്നു. ആ സിംഹാസനത്തിൻ്റെ ഭാഗമാണ് പെർഗമോസ് പട്ടണത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് പെർഗമോസ് പട്ടണത്തെ സാത്താൻ്റെ സിംഹാസനമുള്ള എന്ന് കർത്താവ് വിളിച്ചതെന്ന് പറയുന്നു. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതെടുത്താലും പെർഗമോസ് നഗരം സാത്താൻ വാഴുന്ന ഇടമാണ്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. പീഡയും നിന്ദയും സഹിച്ച് കർത്താവിൻ്റെ നല്ല സാക്ഷിയായി ജീവിക്കുന്ന സഭ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. നാമം മുറുകെ പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കർത്താവ് നേറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന പെർഗമോസിലെ വിശ്വാസികൾ ആ നാമത്തിൻ്റെ ശക്തിയും മഹത്വവും അനുഭവിക്കുന്നവരാണ്. അത് സർവശക്തനും സർവത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ യഹോവയുടെ നാമമാണ്, പിതാവായ ദൈവത്തിൻ്റെ നാമം. ആ നാമത്തെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവനിലാണ് അവരുടെ ആശ്രയം. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പെർഗമോസിലെ സഭ എവിടെയാണ് ആയിരിക്കുന്നതെന്നും അതിൻ്റെ അവസ്ഥയുമെല്ലാം കർത്താവ് അറിയുന്നു. സാത്താൻ്റെ ആവാസ കേന്ദ്രത്തിൽ തന്നെയാണ് സഭ ആയിരിക്കുന്നതെന്ന് കർത്താവ് അറിയുന്നു. അവിടെ വെച്ച് കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷിയായിരുന്ന അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും സഭ യേശുവിനെ നിഷേധിച്ചില്ല. അവനുള്ള വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചില്ല. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. ഈ അന്തിപ്പാസ് ആരായിരുന്നു? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ടി വന്ന ഒരു വിശ്വാസിയോ ശുശ്രൂഷകനോ ആയിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ ഒരു വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തെ ഇവിടെയല്ലാതെ ബൈബിളിൽ മറ്റൊരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിന് വേറെ തെളിവ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. 14ഉം 15ഉം വാക്യങ്ങൾ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ഈ വാക്യങ്ങളിലൂടെ സഭയ്ക്കുള്ള 2 കുറ്റങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ പെർഗമോസ് സഭയിലുണ്ടായിരുന്നു. രണ്ടാമത്തേത്, നിക്കലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ബിലയാമിൻ്റെ ഉപദേശം എന്താണെന്ന് കർത്താവ് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം. സംഖ്യാപുസ്തകം 22, 23,
24 അധ്യായങ്ങളിലാണ് ഈ വിഷയം നമ്മൾ കാണുന്നത്. ഈ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ബിലെയാം ഇങ്ങനെയൊരു ഉപദേശം മോവാബ്യ രാജാവായ ബാലാക്കിന് കൊടുത്തതായി നാം അവിടെ കാണുന്നില്ല. എന്നാൽ 24 അധ്യായം 14 വാക്യത്തിൽ വ്യക്തമല്ലാത്ത ഒരു സൂചന നമുക്ക് കാണാം. ഞാൻ ആ വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 24:14. ഇപ്പോൾ ഇതാ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. വരിക, പാതികാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. ബിലെയാമിൻ്റെ ഈ വാക്കുകൾ അവ്യക്തമാണെങ്കിലും 25 അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളെ ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തെ വശീകരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വെറുക്കുന്ന പാപങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ ബാലാക്കിന് മുക്തി പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് അനുമാനിക്കാം. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. സംഖ്യാപുസ്തകം 25 അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ വിഗ്രഹങ്ങളെ സേവിക്കാനും മോവാബി സ്ത്രീകളുമായി പാപം ചെയ്യുവാനും തുടങ്ങി. പത്രോസ് അപ്പോസ്തലൻ സഭയിൽ കടന്നുകൂടുന്ന ദുരുപദേഷ്ടാക്കളെക്കുറിച്ച് പറയുമ്പോൾ ബിലെയാമിൻ്റെ വഴിയിൽ നടന്ന ഒരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 2 പത്രോസ് 2:14-15 വാക്യങ്ങൾ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു. സഭാംഗങ്ങളിൽ ചിലർ ജാതി ആരാധനകളിൽ പങ്കുകൊണ്ട് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുകയും അതിനോട് ബന്ധപ്പെട്ട കാമകേളികളിൽ മുഴുകി ജാതീയ സ്ത്രീകളുമായി പാപം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത് നിക്കലോവരുടെ ഉപദേശം. എഫേസൂസിലെ സഭകളുടെ ദൂത് പഠിച്ചപ്പോൾ നിക്കലോവരുടെ ഉപദേശം എന്താണെന്ന് നാം കണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ പെർഗമോസ് സഭയിലെ വിശ്വാസികളിൽ ചിലർ ബിലെയാമിൻ്റെ ഉപദേശവും മറ്റു ചിലർ നിക്കലോവരുടെ ഉപദേശവും പിടിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവരെ കുറ്റപ്പെടുത്തുന്നു. 16 വാക്യം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം കർത്താവ് സഭയ്ക്ക് നൽകുന്നു. അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. സഭയ്ക്കുള്ള താക്കീതാണിത്. കർത്താവിൻ്റെ വായിലെ വാൾ മാനസാന്തരപ്പെടാത്ത ദുഷ്ടജനത്തെ ന്യായം വിധിക്കുന്ന ന്യായവിധിയുടെ വചനങ്ങളാണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പാപവഴിയിൽ നടക്കുന്ന വിശ്വാസികൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി അയച്ച് അവരെ ശിക്ഷിക്കുമെന്ന് കർത്താവ് പെർഗമോസ് സഭയ്ക്ക് താക്കീത് നൽകുന്നു. 17 വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാനവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകളോടുമായി ദൈവാത്മാവ് അറിയിക്കുന്ന ഈ ദൂത് കേൾക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവൻ ലോകത്തെയും അതിൻ്റെ എല്ലാവിധ മോഹങ്ങളെയും ജയിച്ച് നിത്യതയിലെത്തുന്നവനാണ് പ്രതിഫലമുള്ളതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. മറഞ്ഞിരിക്കുന്ന മന്ന അവന് കൊടുക്കും. പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ ഇസ്രായേൽ ജനം കനാൻ യാത്രാമധ്യേ സീൻ മരുഭൂമിയിൽ വെച്ച് മോശയോടും അഹ്റോനോടും പിറുപിറുത്തതും ദൈവം അവർക്ക് മന്നയും കാടപ്പക്ഷികളും ഭക്ഷിച്ചു കൊടുത്ത സംഭവവും നമുക്കറിയാം. 31 വാക്യത്തിൽ മന്ന എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 16:31.
ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും തേൻ കൂട്ടിയ ദോശയോടെടുത്ത രുചിയുള്ളതും വെള്ള നിറമുള്ളതുമായിരുന്നു എന്ന് നാം വായിക്കുന്നു. സ്വർഗീയ ധാന്യം എന്നും ശക്തിമാന്മാരുടെ അപ്പമെന്നും സങ്കീർത്തനക്കാരൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. 78-ാം സങ്കീർത്തനം 24-25 വാക്യങ്ങൾ. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുംവണ്ണം ആഹാരം അയച്ചു. മരുഭൂമിയിൽ ദൈവം ഭക്ഷിച്ചു കൊടുത്ത ഈ വിശേഷ ഭക്ഷണം തലമുറകൾ കാണേണ്ടതിന് കുറേ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവാൻ യഹോവ അവരോട് കൽപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 16-32-34 വരെ വാക്യങ്ങൾ. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്നും ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപെട്ടകത്തിനുള്ളിൽ മന്ന ഇട്ടുവെച്ച പാത്രമുണ്ടായിരുന്നതായി പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 9:3-5 വരെയുള്ള വാക്യങ്ങളിൽ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കിരൂബുകളും ഉണ്ടായിരുന്നു. എന്നാൽ ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ ദാവീദിൻ്റെ പട്ടണമായ സിയോനിൽ നിന്നും യഹോവയുടെ നിയമപെട്ടകം കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ അതിൽ നിയമത്തിൻ്റെ 2 കൽപ്പലകളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നുവെന്ന് കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകളല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വിഷയം ജയിക്കുന്നവന് കർത്താവ് നൽകുമെന്ന് പറഞ്ഞ മറഞ്ഞിരിക്കുന്ന മന്നയാണ്. യഥാർത്ഥ മന്ന അല്ലെങ്കിൽ സ്വർഗീയ മന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്ന് താൻ തന്നെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 6:32, 33, 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. കൊലോസ്യ ലേഖനം 3:3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആദാമിൽ മനുഷ്യന് കൈമോശം വന്ന അവൻ്റെ ജീവൻ ഇന്ന് ക്രിസ്തുവിലാണുള്ളത്. യോഹന്നാൻ 1:4 നാം ഇങ്ങനെ വായിക്കുന്നു, അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പാപാന്തകാരത്തിലേക്ക് നിബന്ധിച്ച മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലാകുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് കടക്കുന്നു, നിത്യജീവന് അവകാശിയുമാകുന്നു. വെളിച്ചത്തിൽ നടന്ന് വിശുദ്ധിയെ തേക്കുന്നവന് അല്ലെങ്കിൽ ജയം പ്രാപിക്കുന്നവന് ക്രിസ്തുവിൽ
ദൈവത്തിൽ മറന്നിരിക്കുന്ന നിത്യജീവൻ കരഗതമാകുന്നു. അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന കർത്താവ് അവന് നൽകുന്നു. ഞാനിവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വെള്ളക്കല്ല്. ഇവിടെയല്ലാതെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇങ്ങനെയൊരു കല്ലിനെ കുറിച്ച് പരാമർശമില്ല. വെള്ള നിറം നീതി, വിശുദ്ധി, നിർമ്മലത തുടങ്ങിയ സവിശേഷ ഗുണങ്ങളെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കല്ല് ഉറപ്പുള്ളതും നശിക്കാത്തതുമായ അവസ്ഥയെ കാണിക്കുന്നതാണെന്ന് കരുതാം. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. ഒരിക്കലും നശിക്കാത്തതും നീതിയും വിശുദ്ധിയും നിർമ്മലതയുമുള്ള വ്യക്തിത്വങ്ങളായി ഓരോ വിശുദ്ധനെയും കർത്താവ് പേര് വിളിക്കുകയാണ്. ഓരോ പേരും തികച്ചും പുതിയതും പ്രത്യേകതയുള്ളതുമായിരിക്കും. അത് നൽകുന്ന കർത്താവിനും ലഭിക്കുന്ന വിശുദ്ധനുമല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല. ഏതു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പേരും കർത്താവ് നൽകുന്നതെന്ന് നമുക്കറിയില്ല. നിത്യതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും പുതിയൊരു നാമുണ്ടായിരിക്കും. ദൈവം അനുവദിക്കുന്ന വർഷം ഫിലദൽഫിയ സഭകളുടെ ദൂത് പഠിക്കുമ്പോൾ നാം അത് പഠിക്കും. ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.